കളരിക്കൽ തറവാട്ടിൽ കുറച്ച് രീതികളുണ്ട്, അത് ഞാൻ മാറ്റിത്തരാം. കളരിക്കലെ രീതികൾ മാറ്റാൻ നീ ആരാ മോളെ? മോളെ, അച്ഛനോട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നവീനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അയാളുടെ അടുത്ത് പറഞ്ഞു തീർക്കണം. ഛേ, നവീനോടാണ് ദേഷ്യം മമ്മിയോട് ആരാ പറഞ്ഞത്? എന്റെ കൺമുന്നിൽ നിന്ന് ഒരാള് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാ എനിക്ക് അയാളോട് തന്നെയാ ദേഷ്യം. അച്ഛൻ ചെന്ന് പറ, നിർമ്മല, കീർത്തി, ഉദയൻ എന്നീ 3 പേരെ കളരിക്കലിൽ നിന്ന് പുറത്താക്കാൻ. അത് കഴിഞ്ഞിട്ടല്ലാതെ ഗാഥ അവിടെ കാല് കുത്തില്ല. ഇത്രക്ക് അഹങ്കാരിയെ ഒരുത്തി നവീന്റെ ഭാര്യയായിട്ട് വേണ്ടെങ്കിലോ? എന്താ ഈ പറയുന്നേ? മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റണം സിത്താരെ. അല്ലെങ്കിൽ തന്നെ നവീനും ഇവളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ട കാര്യം എന്താ? നവീൻ താലി കെട്ടിയത് ഇവളെ കഴുത്തിലാണോ? വിവാഹ മണ്ഡപത്തിൽ വെച്ച് നവീൻ താലി കെട്ടിയതും കൈപിടിച്ച് കളരിക്കലേക്ക് കൊണ്ടുവന്ന് കയറ്റിയതും കൃഷ്ണയല്ലേ? സിത്താരെ, നവീനും ഗാഥയും തമ്മിലുള്ള ബന്ധം മാന്യമായിട്ട് അവസാനിപ്പിക്കാനാണ് കളരിക്കലുള്ളവർക്ക് താല്പര്യം. സിത്താര കൂടി അതിനനുകൂലമായ നിലപാടെടുത്താൽ നമുക്ക് മാന്യമായി പിരിയാം. അല്ലെങ്കിൽ കാലം നിശ്ചയിക്കട്ടെ. മോളെ, എന്തേ കാണിക്കുന്ന ഗാഥ മാഡം? നിർത്ത് മോളെ. മാഡം പറയുന്നില്ലടി പറഞ്ഞേ. ഗാഥ നിർത്താൻ. നവീൻ എന്റെ കഴുത്തിലല്ല, ആ കൃഷ്ണയുടെ കഴുത്തിലാണ് താലി കെട്ടിയെന്നുള്ള സത്യം നവീന്റെ അച്ഛൻ എങ്ങനെയാ അറിഞ്ഞേ? മമ്മിയല്ലേ അവരോട് പറഞ്ഞു കൊടുത്തത്? മമ്മിയല്ലേ എന്നെ ചതിച്ചേ? അല്ല മോളെ, ഞാനല്ല പറഞ്ഞത്. പിന്നെ ആരാ? അവളോ? കൃഷ്ണയാണോ പറഞ്ഞത്? അവളും പറഞ്ഞിട്ടില്ല. അത് വേറെ ഏതോ വിധത്തിൽ അവരറിഞ്ഞതാണ്. വേണ്ട, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ശ്രമിക്കണ്ട. എന്നെക്കാൾ കൂടുതൽ സ്നേഹം ആ കൃഷ്ണയോട് മമ്മിക്ക് തോന്നി തുടങ്ങിയപ്പോ മമ്മി തന്നെ അവരോടത് പറഞ്ഞു കൊടുത്തു. ആ നിമിഷം മുതല് ആ കുടുംബക്കാർക്ക് എന്നെ ഇഷ്ടമല്ലാണ്ടായി. അവർക്ക് എന്നോട് ശത്രുതയായി. ഈ ലോകത്തിൽ ഏറ്റവും വലുത് ഞാനാണെന്ന് കൂടെ കൂടെ എന്നോട് പറഞ്ഞിട്ട് അവസാനം എന്റെ ജീവിതം ഇല്ലാണ്ടാക്കി തന്നല്ലോ മമ്മി. മോളെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നന്ദഗോപനും മുത്തശ്ശിയും ഈ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാനത് നിന്നെ അറിയിക്കാതിരുന്നത് നീ വിഷമിക്കുമെന്ന് കരുതിട്ടാ. ഈ സത്യം നവീൻ അറിയാമോ? അതെങ്കിലും എന്നോടൊന്ന് തുറന്ന് പറയേ. നോ, അറിയില്ല. നവീൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഒന്നും. മമ്മി എത്ര സിമ്പിൾ ആയിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നേ. എന്റെ ജീവിതം നഷ്ടപ്പെടുന്നതില് ഇപ്പൊ മമ്മിക്ക് സങ്കടമൊന്നുമില്ലേ? അതെങ്ങനെയാ മമ്മി എന്നെ ഒഴിവാക്കി അവളെ നവീന്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാൻ തോന്നുന്നത്?